ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങളെല്ലാവരും എൻ്റെ രാവിലെ തൊട്ടുള്ള ഷോട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണ്. യെസ്, കഴിഞ്ഞ വർഷമാണ് കേട്ടോ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത്. എത്ര നാളായല്ലേ. ഞാൻ ഇതിനിടെ കുറച്ച് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫ് എന്താണ്, ഒരു കാര്യങ്ങളും ഒന്നും ഞാൻ അങ്ങോട്ട് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഹോൾ വീഡിയോ ഒക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാൻ ആലോചിച്ചു, ഓക്കെ നമുക്ക് ഇന്ന് എൻ്റെ ഒരു നോർമൽ ഡേ ആണ് കേട്ടോ. ഇന്ന് എനിക്ക് ഷൂട്ടൊന്നുമില്ല. ഞാൻ ഇന്ന് കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെ നിൽക്കുന്നൊരു ദിവസമായിരുന്നു. നമുക്കിന്ന് ഹറിബറിയായിട്ട് ചെയ്യാനോ ഓടാനും പിടിക്കാനും വേണ്ടിയിട്ട് ഒന്നുമില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ എനിക്ക് ഷൂട്ടൊന്നുമില്ലാത്ത എൻ്റെ ഒരു നോർമൽ ഡേ എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഇതിനു മുമ്പ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോഴും അതിനകത്ത് എനിക്ക് ഷൂട്ടോ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ് കാണുമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയുമില്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണോ പോകുന്നത് എനിക്കും കറക്റ്റ് അറിയില്ല. സോ ഞാൻ ആലോചിച്ചു, ഓക്കെ അപ്പോൾ പിന്നെ നിങ്ങളും കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യൂ. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. സോ ഞാൻ ആലോചിച്ചു, ഓക്കെ നിങ്ങളും വാ, നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദിവസം ചില്ല് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ രാവിലെ എനിക്ക് ചായ ഇട്ടു കേട്ടോ. രാവിലെ എണീറ്റ് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണും. അന്നേരം ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ചൂക്കി ചായയൊക്കെ ഇട്ട് റിലാക്സ് ആയിട്ട് നിങ്ങളായിട്ട് സംസാരിക്കാമെന്ന്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് പറയുമെന്ന് എനിക്ക് തന്നെ ഒരു ബോധം കാണത്തില്ല. സോ അപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അവർക്കറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് മനീഷ, ഞാൻ കൊല്ലംകാരിയാണ്. ഞാനിപ്പോൾ കൊച്ചി സെറ്റിൽഡാണ്. ഞാൻ കുറച്ച് ഇതേപോലെ കോണ്ടൻറ്റ് ക്രിയേഷൻ, PR, അതേപോലെ ഷൂട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാമെന്ന്. അത് പറഞ്ഞപ്പോഴാണ് പുതിയ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഒന്നുകൂടി ഞാൻ പറയാം, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഡേറ്റ് എത്രയാണ്? April 6 ആണ് ഇന്ന്. വിഷു ഒക്കെ വരാറായി. എന്താണ് വിഷു പരിപാടികളോ? ഡ്രസ്സൊക്കെ എടുത്തോ? വിഷുവിൻ്റെ ഓണക്കോടിയും കാര്യങ്ങളൊക്കെ എടുത്തോ? ഞാൻ ഓൾറെഡി എനിക്ക് കുറേ ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സോഫയിലാണ് എനിക്ക് PR വരുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഈ സോഫയിൽ ഇങ്ങനെ വെച്ചിരിക്കും. അതാകുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുമ്പോഴാണ് അയ്യോ ഇന്ന ഷൂട്ട് ചെയ്തില്ലല്ലോ, ഇന്ന ഷൂട്ട് ചെയ്യണമല്ലോ, ഇന്ന ഡേറ്റ് കൊടുക്കണമല്ലോ എന്ന്. വല്ല റൂമിലൊക്കെ വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഇന്ന പ്രൊഡക്റ്റ് വിട്ടുപോകും. സോ ഞാൻ എല്ലാം എവിടെയെങ്കിലും സ്റ്റോറേജിക്ക് അത് മെസ്സായിരിക്കും, അതുകൊണ്ട് എനിക്ക് കാണിക്കുന്നില്ല. അപ്പോൾ എനിവേയ്സ് നമ്മൾ പറഞ്ഞു വന്നത്, എനിക്ക് വിഷുവിൻ്റെ കുറച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇനിയുണ്ട്. ഇനി നാളെയും മറ്റന്നാളും ഇട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടൊരു ഡേ ആയിരുന്നു. അതുകൊണ്ടാട്ടോ ഞാൻ ഇന്ന് വ്ളോഗിങ് ചെയ്യാമെന്ന് വിചാരിച്ചതും. പിന്നെ ഒന്നും ചെയ്യാതെ എനിക്ക് ഇനി ഇരിക്കാനും വയ്യ. അതാണ് മെയിൻ റീസൺ. വലിയൊരു കൊതുക് അവിടെ ഇരിക്കുന്നു. ഞാൻ അത് ഇടയ്ക്കൂടെ ഫോക്കസ് ചെയ്ത്. സാധാരണ ഞാൻ ഈ സമയത്ത് ചായയൊക്കെ ഇട്ടിട്ട് ഞാൻ സ്ഥിരം രാവിലെ അമ്മയെ വിളിക്കാറുള്ളത്. ഒന്നെങ്കിൽ ചായ ഇട്ടുകൊണ്ട് വിളിക്കും, അല്ലെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കും അമ്മയെ വിളിക്കും, കഥയൊക്കെ പറയും. എന്നിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. സോ ഞാനിനി അമ്മയെ വിളിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. സത്യം പറയാമല്ലോ, ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റു. ഞാൻ രാവിലെ ഇന്ന് ഒരു 5:45 എഴുന്നേറ്റു. കാരണം എനിക്ക് 2-3 ദിവസമായിട്ട് കുറച്ച് ഷൂട്ടും കുറച്ച് ട്രാവലിംഗ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു സമയത്തായിരുന്നു എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പ്രോപ്പറായിട്ട് ആ ഒരു ടൈമിൽ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് രാവിലെ തുമ്മലും ചീറ്റിലൊക്കെ അങ്ങനെ ആയിരുന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കുറച്ച് വിക്സൊക്കെ തേച്ചിട്ട് ഞാൻ വീണ്ടും കയറി ആലോചിച്ചു. കാരണം എനിക്ക് ഷൂട്ടും കൂടെ ചെയ്യാനുണ്ടല്ലോ. സോ ഞാൻ ആലോചിച്ചു ഒന്നുകൂടെ ഒന്ന് ഉറങ്ങാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കിന്ന് വ്ളോഗിങ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും മൈഗ്രെയിൻ വരും. പ്രോപ്പറായിട്ട് എനിക്ക് സ്ലീപ്പ് കിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് മൈഗ്രെയിൻ വരും. അപ്പോൾ എനിക്ക് എങ്ങനെ പോയാലും 8 to 9 hours എനിക്ക് ഒരു ഡേ സ്ലീപ്പ് കിട്ടണം. പക്ഷേ അത് എനിക്കിങ്ങനെ അടുപ്പിച്ച് ഒരു 8-9 മണിക്കൂർ ഉറങ്ങണം എന്നൊന്നുമില്ല. ഇപ്പം ഞാൻ 5 മണിക്ക് എണീറ്റാലും എനിക്ക് ബാക്കി ഒരു 3 to 4 hours എനിക്ക് പിന്നെ ഇന്നത്തെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഉറങ്ങാറുണ്ട്. അങ്ങനെ എനിക്ക് രാവിലെ ഷൂട്ടൊക്കെ ഉണ്ട്. ഞാൻ ഉച്ചയ്ക്ക് മുമ്പൊക്കെ വരുമ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങി അത് ടാലി ചെയ്യാറുണ്ട്. സോ ഞാൻ അധികം പറഞ്ഞ് നിങ്ങൾ ബോർ അടിപ്പിക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ ഒരു ഡേ കാണാം. സോ നമുക്ക് അമ്മയെ വിളിക്കാം. എൻ്റെ ഫോണിൽ ചാർജും ഇല്ല. നോക്കാം എന്താ പറയുന്നത്. എടുക്കുന്നില്ല. ഹലോ
ആമാ. രണ്ടുപേരോ? എന്തുവാ? ഹലോ. ആ പറയാമ്മ. എന്തോ അക്കയെ വിളിക്കുന്നോ? അക്കയെ വിളിച്ച് നിൽക്കുവാ. ആണോ? എന്നാ ഇല്ല ഇല്ല, എന്നാ അക്കയോട് വിളിച്ചാൽ മതി. ശരി. എൻ്റെ ചേച്ചി പറയാമ്മ. അക്കയെ വിളിച്ചിട്ട് വാ. ഇല്ല ഇല്ല, അത്യാവശ്യമൊന്നുമില്ല. ശരി. എനിക്കൊരു എൽഡർ സിസ്റ്റർ ഉണ്ട്. പുള്ളിക്കാരി എബ്രോഡാണ്. അപ്പോൾ ആൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ ആൾ ബോട്ടിയം വിളിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ആളായിട്ട് സംസാരിച്ചിട്ടുണ്ടോ സംസാരിക്കാൻ ഞാൻ പോകും. യെസ്. അപ്പോൾ അതാണ്. അതിൻ്റെ ഇടയിലൊരു കാര്യം കൂടി. ഞാനാണെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ ഇനി എത്ര ദിവസം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമെന്ന്. നിങ്ങളിത് കേട്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നോ നോ നോ, നിങ്ങൾ ഉദ്ദേശിച്ചതല്ല. ഇന്ന് ആക്ച്വലി ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും എബ്രോഡാണ്. സോ ചേച്ചിയുടെ 2 കുട്ടികളുണ്ട്, സോനും മോനും. എനിക്ക് മിക്ക വ്ളോഗിൽ വരുമ്പോഴും ഞാൻ അവരെ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അവരിവിടെ വന്നിട്ട് 1 year ആയിട്ടോ. കാരണം മോനൂസാണെങ്കിൽ 10th-ലും സോനു ആണെങ്കിൽ എനിക്കൊന്ന് ഇനി 6th-ലോട്ടാണ്. സോ അപ്പോൾ അവർക്ക് വെക്കേഷനാണല്ലോ. അപ്പോൾ ഈ 10th-ലായതുകൊണ്ട് മോനൂസിന് ഒരു 1 year ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് ഇങ്ങോട്ട് കൊച്ചിയിൽ വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വൈകാതെ അവർ വരും. വൈകാതെ മീൻസ് എന്നല്ല കേട്ടോ, വിത്തിൻ 2-3 days അവരിവിടെ വരും. പിന്നെ ഇവിടെ ഒരു ഹോളമായിരിക്കും കുറച്ച് ദിവസം. ഇവിടെ കാണാം 10 to 50 days ഇവിടെയൊക്കെ കാണും. അപ്പോൾ എനിക്ക് എൻ്റെ സോളോ ഡേ എനിക്കറിയത്തില്ല. കാരണം നാളെ മറ്റന്നാൾ എനിക്ക് ഷൂട്ടുണ്ട്, അതിന് അവർ വരികയും ചെയ്യുന്നു. സോ ഇന്നാണ് ബേസിക്കലി ഇന്നാണ് എൻ്റെ ഒറ്റയ്ക്കുള്ള ആ ഒരു ദിവസം. അപ്പോൾ നമുക്കതങ്ങ് എൻജോയ് ചെയ്തേക്കാം. ഇനി ഇവിടെയൊക്കെ മൊത്തം ബഹളമായിരിക്കും. പക്ഷെ അവർ വരുന്നതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഇടാം കേട്ടോ. ചിലപ്പോൾ ഞാൻ വ്ളോഗാക്കും, ചിലപ്പോൾ ഷോർട്സ് ആക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, സോ ഞാൻ ചായ കുടിക്കട്ടെ. ഓക്കെ. അതുറപ്പാണ്. എൻ്റെ വൈഫൈ കട്ടായിരിക്കുകയാണ്. ഞാൻ 2-3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്നിട്ട് ബാംഗ്ലൂർ വ്ളോഗൊന്നും കാണുന്നില്ലല്ലോ മനുഷ്യ ട്രാവൽ ചെയ്യുന്നതെന്ന്. ഇറ്റ്സ് പേഴ്സണൽ ബൈ ദ വേ. പക്ഷെ അതൊക്കെ ഞാൻ റിവീൽ ചെയ്യുന്ന ഒരു ഡേ വരും. സോ വൺസ് ഞാൻ റിവീൽ ചെയ്യുമ്പോൾ നിങ്ങളോട് തന്നെ ആയിരിക്കുമല്ലോ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു. ആ ടൈമിൽ ഞാൻ പോയിട്ടൊരു 3 ദിവസമോളായി. അപ്പം ഞാനിവിടെ വൈഫൈ ഓഫ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ ഇവിടെ വന്നിട്ട് പിന്നെ ഓൺ ആവുന്നില്ല. ലൈക്ക് മൊത്തം മറ്റേ റെഡ് ലൈറ്റ്സ് ആയിട്ടൊക്കെയാണ്. അപ്പോൾ എനിക്ക് വൈഫൈ കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് വൈഫൈ ശരിയാക്കാൻ അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് സീ. ഇന്നലെ ഞാൻ കൊടുത്ത ഡേറ്റാണ്. ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ന് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്കിനി ചായ കുടിക്കാം. ഞാൻ സ്മൂത്തി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കും കറണ്ടും പോയി. സ്മൂത്തിക്ക് വേണ്ടതെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓട്സ് ഉണ്ട്, പിന്നെ അതേപോലെ സ്ട്രോബെറി, അതേപോലെ ഓട്ട് മിൽക്ക്, പിന്നെ കുറച്ച് ഗ്രീക്ക് യോഗട്ടും ഉണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും പവർ പോയി. സോ ഞാൻ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടൊരു മിനി പ്രപ്പ് ചെയ്യാം. അതായത് ലൈക്ക് അരി വെള്ളത്തിലിടാം. കുറച്ച് അരിയുള്ളൂ, നമ്മൾ കുറച്ച് ചോറേ കഴിക്കുള്ളൂ. ഒരു 1 ടൈം ഉള്ളൂ. ഡിന്നർ ഞാൻ റൈസ് കഴിക്കാറില്ല. സോ കുയിൽ കരയുന്നു, ചൂടെടുക്കുന്നു. ഓക്കെ. അപ്പം നമുക്കിത് വാഷ് ചെയ്യാം. എനിക്ക് ചൂടെടുക്കുന്നു. ഓടിക്കണ്ടല്ലോ, ചൂടൊട്ടും പറ്റത്തില്ല. ചൂടെന്ന് പറഞ്ഞാൽ ചൂടെടുക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ
ഭയങ്കരമായിട്ട് ബോഡി വീക്കാം. സോ എനിക്കത് ഒട്ടും പറ്റത്തില്ല. പ്രത്യേകിച്ച് പീരീഡ്സിനൊക്കെ ആണെങ്കിൽ ചിലവർക്കാണെങ്കിൽ ചൂടൊക്കെ വെച്ചാൽ ഭയങ്കര പെയിനൊക്കെ റിലീഫ് ആവുമെന്ന് പറയാറുണ്ട്. എൻ്റെ ചേച്ചിക്കൊക്കെ അങ്ങനെയാണ്, എനിക്കറിയുന്ന ഫ്രണ്ട്സിനും അങ്ങനെയാണ്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ലൈക്ക് ചൂടടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി, BP ലോ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, തലകറക്കം, ഇതെല്ലാം വരും, ഭയങ്കരമായിട്ട് സ്വെറ്റാകും. പക്ഷേ നേരെ ഓപ്പോസിറ്റ്, എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ എനിക്ക് അത്രത്തോളം തണുപ്പ് കിട്ടുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഐസ്ക്രീം, ജ്യൂസ് ഇതൊക്കെ കുടിക്കുമ്പോൾ എനിക്ക് വേദന നല്ല ആശ്വാസം കിട്ടും. സോ അങ്ങനെയാണ്. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ബോഡി എനിക്ക് സമ്മറിൽ പറ്റത്തില്ല, ഭയങ്കര പാടാണ്. സമ്മർ എനിക്ക് കഴിഞ്ഞു, പക്ഷെ എനിക്ക് തണുപ്പ് എത്രയാണെങ്കിലും പറ്റും. സോ തണുപ്പിൻ്റെ അടുത്ത് നോ ഇഷ്യൂസ്. സോ കറണ്ട് വന്നു, അധികം സംസാരിക്കാം, നമുക്ക് മിക്സിയിൽ ഇതടിക്കാം, സ്മൂത്തി അടിക്കാം. അല്ലെങ്കിൽ പിന്നെ കറണ്ട് രാവിലെ വന്നും പോയി നിൽക്കുക കറണ്ട് എന്താന്ന്. സോ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ യെസ്, സ്മൂത്തി ഇത്രയും കുടിച്ചു. ഇനിയുണ്ട്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നെനിക്ക് ലൈവ് പോകേണ്ട ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഓൾറെഡി കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് അതും കൂടെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, പെൻഡിങ് ഉണ്ട്. എന്നിട്ട് അതിനുശേഷം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി ഞാൻ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്ന് റീചെക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ട് വരാം. അത് ചെയ്തതിന് ശേഷം നമുക്ക് പോയിട്ട് ലഞ്ച് ഉണ്ടാക്കാം അല്ലേ? ഓക്കെ. അത് പറയുമ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. എൻ്റെ മാതാവേ. ഓക്കെ, എൻ്റെ ഈ വാട്ടർ ബോട്ടിൽ എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? നിങ്ങൾക്ക് ഇത് എവിടെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പറയാം. ഇത് ഓൺലൈൻ സൈറ്റിൽ നിന്നല്ല കേട്ടോ മേടിച്ചത്, ഞാൻ ഡയറക്റ്റ് ഒരു ഔട്ട്ലെറ്റിൽ നിന്നാണ് മേടിച്ചത്. ഇവിടെ കൊച്ചിയിൽ തന്നെ ഉള്ളതാണ്. സോ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് വേണ്ടത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നമ്മുടെ കടയുടെ പേര് ഓർമ്മയില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഞാൻ അവിടെ പോയി എടുത്ത കുറച്ച് പിക്ചേഴ്സ് ഇരിപ്പുണ്ട്. സോ അവിടുത്തെ കടയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാം. എയർടെൽ ആണോ? ഉണ്ടായിരുന്നു. വൈഫൈ ടീം ഇപ്പം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, വൈഫൈ കംപ്ലൈൻ്റ് ആണ്. സോ അത് ശരിയാക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും വീട്ടിൽ നിന്ന് ഫോൺ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സ്പീക്കർ ഓൺ ചെയ്താട്ടോ സംസാരിക്കും. ഇങ്ങനെ ചെവിയിൽ വെച്ച് അധികം സംസാരിക്കില്ല. എനിക്ക് ഏറ്റവും കംഫർട്ട് ഇങ്ങനെ തന്നെ സംസാരിക്കാനാണ് കൂടുതലും. പുറത്തൊക്കെ പോകുമ്പോൾ ചെവിയിൽ വെച്ച് സംസാരിക്കും. ഒട്ടുമിക്ക കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി കിച്ചണൊന്ന് ക്ലീൻ ചെയ്യണം, അതേ ഉള്ളൂ. അത് കഴിയണം. ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡായിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനങ്ങനെ വ്ളോഗിങ്ങും പ്ലസ് കുക്കിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബട്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇതുവരെ ഷൂട്ട് കുഴപ്പമില്ലാതൊക്കെ ചെയ്ത് നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ്. സോ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു ഇനി എനിക്ക് കിച്ചണും കൂടി ക്ലീൻ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ഓറഞ്ച് കഴിക്കാമെന്ന്. കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് പോയി ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ലുലു ഒന്ന് പോകണം. ഞാനാണെങ്കിൽ ജിമ്മിൽ എനിക്കറിയാം, എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ട്, മനീഷ വണ്ണം വെച്ചു എന്ന് പറഞ്ഞിട്ട്. യെസ്, ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട്. ആക്ച്വലി നേരത്തെ ഞാൻ വേറൊരു ജിമ്മിലായിരുന്നു ഇത്രയും നാളും. അവിടെ ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് ഈ ഭയങ്കര ലീനായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് മാസ് ഗെയിനും കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ ആയിരുന്നു ഞാൻ ഇത്ര നാളും പോയിക്കൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ. നിങ്ങൾക്ക് എൻ്റെ പഴയ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ നോക്കിയാൽ അറിയാം, ഞാൻ ഭയങ്കരമായിട്ടും എല്ല് മാത്രമേ ഉണ്ടായിരുന്നു, എല്ല് കമ്പിൽ തുണി ചുറ്റിയ അവസ്ഥയായിരുന്നു. അങ്ങനെ മാസ് ഗെയിൻ ചെയ്തു.
സോ ഇനി നമ്മൾ അത്യാവശ്യം വണ്ണമൊക്കെ വെച്ച് ബോഡി സെറ്റായി വണ്ണം വെച്ചത് ഇനി ബോഡിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ആ ഒരു പ്രൊസീജിയറിലേക്ക് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ എന്തായാലും കുറച്ച് ടൈമൊക്കെ എടുക്കും. യെസ്, അതാണ്. പിന്നെ ഞാൻ എന്താ പറഞ്ഞു വന്നത്, ലുലു പോയിട്ട് എനിക്കൊരു പാൻറ്റ് മേടിക്കണം, ഒരു ജിം വെയർ പാൻറ്റ് മേടിക്കണം. എൻ്റെ കയ്യിൽ എല്ലാ ഒട്ടുമിക്ക പാൻറ്റ്സും ഉണ്ട്, പക്ഷേ എനിക്കൊരു പ്ലെയിൻ ബ്ലാക്ക് ഒരു ഫിറ്റിംഗ് പാൻറ്റ് വേണമെന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു നൈക്കിയുടെ. എത്ര വർഷമായിരുന്നു എന്നറിയാം അത് ഞാൻ മേടിച്ചിട്ട്, പക്ഷെ അത് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഞാനിവിടെ കബോർഡിൽ വെച്ചു, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ചെറുതായിട്ടൊന്നും ഈ മുട്ടിൻ്റെ അടുത്ത് ചെറിയൊരു ഹോൾ വീണിട്ടുണ്ട്. ഐ തിങ്ക് ഉറുമ്പും എല്ലാം കടിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സോ പിന്നെ നൈക്കിയുടെ മെറ്റീരിയൽ ഭയങ്കര തിന്നാണ്, ഭയങ്കര തിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നാണ്. പിന്നെ കുറച്ചുകൂടെ വേറൊരു മെറ്റീരിയൽ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ ആലോചിച്ചു, സംഭവം എത്രേ ഉള്ളൂ, എനിക്കൊരു പ്ലെയിൻ ബ്ലാക്ക് ട്രാക്ക് പാൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിറ്റിംഗ് ജഗിൻ ടൈപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണമെന്നുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓൾറെഡി ഫോറമിലൊന്ന് വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഫോറമിലാണ് ഞാൻ കഴിഞ്ഞ എനിക്കിപ്പോൾ ഫോറമും ലുലു ആയിട്ടാണ് മേടിക്കുന്നത്, പക്ഷേ ഫോറമിൽ കുറച്ചുകൂടെ കളക്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഫോറമിൽ വിളിച്ചു ചോദിച്ചു. ഫോറമിൽ ഞാൻ ഉദ്ദേശിച്ച അഡിഡാസിൻ്റെ ആയിരുന്നു, അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. സോ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ ഇവിടെ ഇരിക്കുകയല്ലോ, ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ മൈൻഡ് ഒന്ന് ഓക്കെ ആവും. അപ്പോൾ ഞാൻ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. അപ്പോൾ ഞാൻ ഷോക്ക് ചെയ്ത് നമുക്ക് ലുലു പോയി പാൻറ്റ് കിട്ടുമെന്ന് നോക്കാം. ഞാനങ്ങനെ ബോഡി വാഷൊക്കെ ചെയ്തു. ഇനി ഞാൻ ആലോചിച്ചു നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ചെന്നാൽ പിന്നെ അതും കൂടെ വാഷിങ്ങിന് ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. ഞാനങ്ങനെ എപ്പോഴെപ്പോഴും വെള്ളം കുടിക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷെ വെള്ളം കുടിക്കാൻ ഞാൻ ഭയങ്കര ശ്രമിക്കുന്ന ഒരാളാണ്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ഈ വെള്ളം കുടി. ഞാനിങ്ങനെ ബോട്ടിലിങ്ങനെ മന്ത്ലി മാറ്റിക്കൊണ്ടിരുന്നാൽ ഞാൻ വെള്ളം കുടിക്കും. പുതിയ ബോട്ടിൽ കിട്ടുമ്പോൾ ഞാനിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെച്ച് കുറച്ച് ഡ്രസ്സ് എനിക്ക് വാഷ് ചെയ്യാനുണ്ട്. അതിപ്പോൾ വാഷ് ചെയ്യണോ വേണ്ടായോ എന്ന് ഇങ്ങനെ ആലോചിക്കും. അതോ നാളെ വാഷ് ചെയ്താൽ മതിയോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് കുറച്ച് എഡിറ്റിങ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ വൈഫൈയുടെ ആൾക്കാർ വന്നതും. സോ എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചെന്നാൽ പിന്നെ ലഞ്ച് വെച്ചിട്ട് എഡിറ്റിങ്ങിൽ ഇരുന്നാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് എന്നാണെങ്കിൽ ഈവനിങ് ലൈവ് കൊണ്ടതാണ് വീഡിയോ. സോ ഞാൻ ആലോചിച്ചത് പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് റെഡിയായിട്ട് ലുലു പോകാം. ഇപ്പോഴായിട്ട് ഒരു കാര്യം ആലോചിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം, ഞാൻ മറന്നുപോയെന്ന്. യെസ്, അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചാനലിൽ നമ്മൾ ഇന്നേ വരെയായിട്ട് ഒരു Q&A ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാൻ കുറേ കാര്യങ്ങൾ ആഗ്രഹമുണ്ടായിരിക്കും. സോ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. സോ ഞാൻ ഒരു ദിവസം നമുക്ക് Q&A ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ലഞ്ച്. ചോറുണ്ട്, മാങ്ങാപ്പുളിശ്ശേരി, പിന്നെ പ്രോൺസ് ഫ്രൈ, പിന്നെ കുറച്ച് വെജീസ്. ഞാൻ വെജീസിൻ്റെ കട്ട ഫാനാണ് കേട്ടോ, എനിക്ക് വെജീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്കിത് കഴിച്ചിട്ട് കാണാം. ഞാനുണ്ടല്ലോ ഫുഡ് കഴിച്ചിട്ട് ഇതുണ്ടോ ഇവിടെ മൊത്തം കറി വീണു. അതവിടെ ആയിക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ബ്രഷുകൾ. ഇത് ആക്ച്വലി എനിക്ക് വാഷ് ചെയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, നല്ല 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 ഫ്ലഷൊക്കെയാണ് ഉണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ ബ്രഷ്. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ ബ്രഷുകൾ റിയലായിട്ടും അതായിരിക്കില്ല യൂസ് ചെയ്യുന്നത്. ബട്ട് ദെൻ ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ ഫൗണ്ടേഷൻ ബ്രഷാണ് കേട്ടോ. ഇത് ഏതായിരുന്നു,
ഇത് ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ബ്രഷാണ്, അല്ല ഫൗണ്ടേഷൻ ബ്രഷായിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഫൗണ്ടേഷൻ ബ്രഷ് അല്ല, ഇത് നമുക്ക് പ്രൈമറും ബേസൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ്. പക്ഷെ ഞാൻ ഇത് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുമ്പോഴല്ലോ, ടിർ കുഷൻ ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫിനിഷിംഗ് എനിക്ക് ഈ ഒരു ബ്രഷിൽ നിന്ന് കിട്ടാറുണ്ട്. സോ ഞാൻ ഈ ബ്രഷാണ് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് പ്ലമ്മിൻ്റെ ഐ ഷാഡോ ബ്രഷായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നതും. ഇതും നല്ല അഴുക്കായിട്ടുണ്ട്. എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത് നൈക്കയിൽ നിന്ന് കണ്ടിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ ഞാൻ ഡയറക്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്, ലുലുവിൽ നിന്ന്. പിന്നെ ഇതാണ് ഇതിൻ്റെ എത്ര വർഷമായിരുന്നു എന്നറിയാം ഈ ബ്രഷ്. ഇത് എന്താണ്, അയ്യോ എൻ്റെ പേരില്ല കേട്ടോ, അവൻ്റെ പേര് മാഞ്ഞു പോയിരിക്കുകയാണ്. സോ എനിക്ക് എൻ്റെ പേര് ഓർമ്മയില്ല. ഞാനിത് ഈ പറയുന്ന പോലെ ലുലുന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മേടിച്ചതാണ്. ഇന്ന ബ്രാൻഡ് ഔട്ട്ലെറ്റിൽ നിന്നല്ല മേടിച്ചത്, മറ്റേ എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സും കൂടെ കിട്ടുന്ന ഏതൊരു സ്റ്റോർ ഉണ്ടായിരുന്നു ലുലുവിന്ന്. അപ്പോൾ ആ ഒരു സ്റ്റോറിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഇതാണ് ഞാൻ ബ്ലഷ് ഇടാൻ ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം വേറെ ആയിരുന്നു, പിന്നെ ഇതാകുമ്പോഴത്തേന് കറക്റ്റ് ആ ഒരു ബ്രഷ് ഉണ്ടോ ഇങ്ങനെ സ്ലൈഡിങ് ആയി നിൽക്കുമ്പോഴത്തേന് ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്യാമറയുടെ ചാർജ് ചെയ്യാറേ. പിന്നെ ഇതാണ് എൻ്റെ പൗഡർ ബ്രഷ്. ഇത് എൽഫ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. പക്ഷേ ഇത് ഞാൻ ഇന്നലെ കേട്ടോ കണ്ടു. ഇതുണ്ടോ ഇതെങ്ങനെ പൊട്ടിയെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. എൻ്റെ താഴെ വീണതായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് നല്ലതാണ്. പക്ഷേ ഇത് പൊട്ടിയപ്പോൾ എനിക്കൊരു സങ്കടം. ശരിക്കട്ടെ. പിന്നെ ഇതും ഞാൻ ഇതിനും പേരൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടാണോ ആമസോണാണോ എന്തുവാന്ന് അറിയത്തില്ല. മറ്റേ 200-300 റുപ്പീസിനൊക്കെ ഒരു ഓഫൊക്കെ വന്നപ്പോൾ കുറേ സെറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സെറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് കിട്ടിയ എല്ലാ ബ്രഷസിൻ്റെയും ഇങ്ങനെ ഇത് റിമൂവ് ആയി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹെയർസൊക്കെ റിമൂവ് ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മാത്രം എൻ്റെ കയ്യിലിരുന്നു. ഇത് അത്യാവശ്യം ഇതാണ് കേട്ടോ, നല്ല സ്ട്രോങ് ആണ് ഇത് ഞാൻ ഈ നമ്മുടെ കാജിലൊക്കെ വരയ്ക്കാൻ വേണ്ടി ഐ ഷാഡോ എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ വരയ്ക്കാറുണ്ട്. ഇപ്പം ഞാൻ കാജിൽ യൂസ് ചെയ്യാറില്ല. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഞാൻ ട്രഡീഷണൽ വരുമ്പോൾ മാത്രം കാജിൽ യൂസ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള ഐ ഷാഡോ കൊടുക്കുന്ന അതേ ഷെയ്ഡ് തന്നെ ഞാൻ താഴെ സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണിത്. പിന്നെ ഈ ബ്രഷ് സ്മാഷ് ബോക്സിൻ്റെ ബ്രഷാണ്. ഈ ബ്രഷ് ഞാൻ എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? ഹൈലൈറ്റിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണിത്. അപ്പോൾ ഇതെല്ലാം മെസ്സായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി വൺസ് ഇൻ എ വീക്ക് വാഷ് ചെയ്യാറുള്ളൂ. ഭയങ്കര യൂസ് ആണെങ്കിൽ മാത്രമേ ഞാൻ അതേപോലെ വാഷ് ചെയ്യാറുള്ളൂ. പക്ഷേ ഞാനിതിപ്പം 1 വീക്കായി സത്യം പറഞ്ഞാൽ വാഷ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വാഷ് ചെയ്യുന്നതെന്ന്. ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ആദ്യം ഒരു ബൗളോ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുക്കുക, നല്ല വൃത്തിയുള്ള എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ആ ഒരു ഫേസ് വാഷ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പതഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇതിനകത്ത് ഞാനിങ്ങനെ ബ്രഷുകൾ ഡിപ്പ് ചെയ്തിടും. ഇങ്ങനെ ജസ്റ്റ് നോർമലായിട്ട് സൗണ്ടും പോയോ, നോർമലായിട്ട് ഇങ്ങനെ ബ്രഷസൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കും. ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കും. ഒരു 3 to 5 മിനിറ്റ്സ് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഞാനിത് വാഷ് ചെയ്യും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ വാഷ് ചെയ്യുന്ന രീതി. ഞാൻ കാണിച്ചു തരാം. രീതിയായിട്ടൊന്നുമല്ല, നോർമലായിട്ട് വാഷ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ മിക്സ് ചെയ്യുന്ന ഒരു പ്ലേറ്റാണോ എന്തോ ഇത് പറയും, എൻ്റെ പേര് എനിക്കറിയത്തില്ല. സോ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഓൾറെഡി സോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ബ്രഷ് എടുക്കുക. ഓക്കെ, സോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വാഷ് ബേസിലോട്ടോ, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ലൈക്ക് ഞാനിങ്ങനെ തന്നെ വാഷ് ചെയ്തെടുക്കും.
ഞാനങ്ങനെ ജിമ്മിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ വന്ന് ഫ്രഷായി, എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി വീഡിയോസ് എടുക്കാൻ. ഞാൻ ഇതിനിടയിൽ ബ്ലാക്ക് കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രീ വർക്കൗട്ടായിട്ടും ഞാൻ ബ്ലാക്ക് കോഫിയാണ് കുടിക്കാറുള്ളത്. സോ അത് ഞാൻ കുടിച്ചു. എനിക്ക് അതിനൊന്നും വീഡിയോസ് എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഞാനൊരു വ്ളോഗ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ലുലുവിൽ പോയപ്പോഴത്തേക്ക് ഞാനൊരു ഫോൺ കേസ് വാങ്ങിയിരുന്നു. ഞാനത് കാണിച്ചിടാം. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ എൻ്റെ ഫോണിൻ്റെ കാണിച്ചിടാം. ഓക്കെ, എൻ്റെ ഫോണിന് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന കേസ് ഇതാണ്. കാരണം എനിക്ക് എൻ്റെ ഫോൺ ഓറഞ്ച് കളറാണ്. സോ എനിക്ക് ഈ കളറിനെ പറ്റിയ കേസ് ട്രാൻസ്പെറൻറ്റ് ഇട്ടാൽ ഓറഞ്ച് കുറച്ച് വൈബ് കിട്ടത്തുള്ളൂ. എന്നാൽ പറ്റൊരബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറഞ്ച് ഫോൺ ആയതുകൊണ്ട് നമുക്ക് എല്ലാ കളർ കേസൊന്നും ഇടാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഇടണം, അതല്ലെന്നുണ്ടെങ്കിൽ ഓറഞ്ച് തന്നെ വരുന്ന ഇട്ടാലേ കുറച്ചുകൂടെ ഭംഗി വരത്തുള്ളൂ. വേറെ ഏത് കളർ കേസ് ഇട്ടാലും എനിക്കാണെങ്കിൽ ഡാർക്ക് കളേഴ്സ് കേസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ വേറൊരു കളർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഓറഞ്ചിന് ഒരു എടുപ്പ് കാണത്തില്ല. സോ ഭയങ്കര ഡള്ളാക്കും ഈ കളർ ഫോണ്. സോ ഞാൻ കുറേ കേസ്, ഞാൻ ഈ ഫോൺ കേസ് ഇങ്ങനെ ആയിരുന്നു ഇട്ടിട്ടുണ്ട്. ഇത് ഇട്ടുകൊണ്ടിരുന്ന പിന്നെ കുറേ പേര് നേരിട്ട് കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയും നല്ല ഫോണാണ് പക്ഷെ കേസ് കൊള്ളില്ലെന്ന്. അപ്പോഴും ഞാൻ അറിയാം, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ ഉദ്ദേശിച്ചൊരു കേസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ ഇൻസ്റ്റഗ്രാമിൽ നോക്കി, ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഈയിടെ ഒരു ക്രീം കളർ ഒരു കേസ് നിങ്ങളെ കാണിച്ചിരുന്നു. ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ കേസ് അത് വന്ന് ഒരാഴ്ച ആയതേ ഉള്ളൂ. അത് ആകെ ഭയങ്കരമായിട്ട് കളറ് പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ആകെ നമ്മളിങ്ങനെ ഫോൺ ഹോൾഡ് ചെയ്യുന്ന സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനേക്കാളും ഭയങ്കരമായിട്ട് മെസ്സാകാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ ഒരാഴ്ച ഉപയോഗിച്ചുള്ളൂ. 10 ദിവസത്തിക്കുള്ളിൽ എന്തായാലും ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു കേസ് ഓർഡർ ചെയ്തു. ഇതിന് മുമ്പ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലുലു പോകുമ്പോഴത്തേക്കും ഞാനിപ്പം ഈ കേസ് മേടിച്ചിട്ടുള്ളത്, ഞാൻ ലുലു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ പാർക്കിംഗ് ഏരിയയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മറ്റേ ബേർഡ്സ് പെറ്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. സോ അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ബൈ ദ വേ. അപ്പോൾ എന്തായാലും ആ ഔട്ട്ലെറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പോകണമെങ്കിൽ കാണാൻ പറ്റും. അവിടെ ആണെങ്കിൽ ഓറഞ്ച് കേസ് നല്ലൊരു ഭംഗിയുള്ള ഇരിപ്പുണ്ടായിരുന്നു, മാറ്റ് ഫിനിഷ് ആയിരുന്നു. ഞാൻ എപ്പോഴും അവിടെ പോകുമ്പോൾ ചോദിക്കും, പക്ഷേ അവിടെ 17 Pro ഉള്ളൂ, 17 Pro Max ഇല്ല. അങ്ങനെയായിട്ട് അവസാനം ഞാൻ ഇങ്ങനെ കുറേ വെയിറ്റ് ചെയ്തു. ഞാൻ അവിടെ 2-3 തവണ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഒന്നും സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് ഈ കേസ് മേടിക്കുന്നത്, ഈ കേസല്ല, ഇപ്പം മേടിച്ച പുതിയ കേസ് മേടിക്കുന്നതിന് ഒരു 2 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാം നോക്കിയിരുന്നപ്പോൾ ഒരു ഓറഞ്ച് കേസ് കണ്ടപ്പോൾ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ വേറെ ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കണ്ടതിൽ ഓക്കെ വാങ്ങാമെന്ന് തോന്നിയൊരു കേസ് ഞാൻ ഓർഡർ ചെയ്തു. അത് വന്നിട്ടില്ല, അത് വരും, കാണിച്ചു തരാം. ഇന്ന് ഞാൻ ലുലു പോയപ്പോഴത്തേക്കും ഇത്രയും നാൾ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന ആ സ്റ്റോറിൽ വേറൊരു കളക്ഷൻ വന്നപ്പോഴത്തേക്കും, കാരണം ഫുൾ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ബ്ലൂ ആണ്, നല്ലൊരു സ്കൈ ബ്ലൂവിനകത്ത് സിൽവർ സ്റ്റോൺസ് വരുന്നതാണ്. പക്ഷേ ഇത് ഡെയിലി യൂസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ? യെസ്, നമ്മൾ ഷൂ മാറ്റി ഇവരെടുത്തു. ഗ്ലൗസ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫോമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വർക്കൗട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. ഞാൻ കുറേ ഗ്യാപ്പിട്ട് ലീവ് ഇട്ട് വന്നത് കൊണ്ട് ഇന്ന് ട്രെഡ്മിൽ മാത്രം ചെയ്താൽ മതി എന്ന് ട്രെയിനർ പറഞ്ഞു. സോ യാ ഇപ്പം നമുക്കിനി ഫ്ലാറ്റിലേക്ക് പോകാം. ഓക്കെ, യെസ്. അങ്ങനെ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഇതാണ് എൻ്റെ ഈ വർഷത്തെ എൻ്റെ മെയിൻ 2 നോട്ട്ബുക്സ്. ഒന്ന് ഡയറി, ഇതിനകത്ത് ഈ ഡയറിക്കകത്ത് എൻ്റെ കോണ്ടൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അപ്ലോഡിങ് ഡേറ്റും കാര്യങ്ങളുള്ള സംഭവങ്ങളൊക്കെ, PR ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ മെയിനായിട്ടും ഈ ഡയറിയിലാണ് ചെയ്യാറ്. കാരണം എനിക്ക് ട്രാവൽ ചെയ്യുമ്പോഴും കൊണ്ടുപോകാൻ കുറച്ചുകൂടെ എളുപ്പം ഇതാണ്. പിന്നെ ഈ ഒരു ബുക്കെന്ന് പറയുന്നത് എൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ബാക്കി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു ബുക്കും കൂടിയാണ്. അപ്പോൾ യെസ്,
അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എഡിറ്റിംഗ് പെൻഡിങ് ഉണ്ട്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് എഡിറ്റ് ചെയ്ത് അത് ഓൾറെഡി ലൈവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് ഇത്രയും എഡിറ്റിംഗ് പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഷൂട്ട് ചെയ്യും, ഒരു ദിവസം ഞാൻ എഡിറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഹെറ്റിക്കില്ല, അവരെന്നെങ്കിൽ ചെയ്തോളും. ഇല്ല ഞാൻ തന്നെ ചെയ്യുന്ന ഷൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്താൽ നെക്സ്റ്റ് ഞാൻ എഡിറ്റിങ്ങിലിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്ത ഷൂട്ടിന് എനിക്ക് ഇന്ന് എഡിറ്റിംഗ് ഡേ ആയിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് വ്ളോഗ് എടുത്തോണ്ട് എനിക്ക് അതായിട്ടില്ല. അപ്പോൾ എനിക്ക് നാളെ എന്തായാലും ഇതേപോലെ ലൈവ് പോകേണ്ട വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അത് ഇനി ഇരുന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ അത് കുറച്ചേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ എനിക്ക് അതും കൂടി ഇന്ന് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് പിന്നെന്താണ്, ഞാനിതേപോലെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. അപ്പോൾ അതൊക്കെ ഉള്ളൂ, ഇനി കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ യെസ്, അതാണ്. അത് പറഞ്ഞപ്പോഴും ഞാൻ ഇന്ന് ജിമ്മിൽ പോയപ്പോൾ എൻ്റെ ഫോൺ കേസിനെ പറ്റി കുറേ കോംപ്ലിമെൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. യെസ്, ഞാൻ വന്ന ഉടനെ കേസ് അങ്ങ് മാറ്റി കേട്ടോ. കാരണം ഞാൻ ട്രൈപോഡിൽ വെച്ചിട്ട്, കാരണം ഞാൻ ബ്രഷ് ചെയ്യുന്ന സീനിനകത്ത് ഞാൻ കേസ് വേറെ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ വന്നിട്ട് കേസ് റിമൂവ് ചെയ്തായിരുന്നു. സംഭവം ഞാൻ ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ ഞാൻ ക്യാമിലും എടുക്കുന്നുണ്ട്, കൂടാതെ ഞാൻ ഫോണിലും എടുക്കുന്നുണ്ട്. ഈ ഫോണാണ് ട്രൈപോഡിലേക്ക് വെക്കുമ്പോഴത്തേക്കും ലൈക്ക് ആ ട്രൈപോഡിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പോൾ മേ ബി ഫോണിൻ്റെ ബാക്കിലുള്ള സ്റ്റോൺസ് ഇളകി പോകാൻ ചാൻസ് ഉള്ള. സോ അതുകൊണ്ട് ഞാൻ കേസ് മാറ്റി. അപ്പോൾ അതാണ്, നമുക്ക് എന്തെങ്കിലും നല്ല നല്ല ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാം ആ കേസ്, അതായിരിക്കും നല്ലത്. യെസ്, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ മറ്റേ Q&Aയുടെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും, നമുക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ Q&A ചെയ്യാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ലവ് യു സോ മച്ച്, ടേക്ക് കെയർ, സീ യു വെരി സൂൺ ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. കാരണം പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാക്സിമം ഇങ്ങനെ വ്ളോഗൊക്കെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യാൻ ഞാനിങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമ്മൾ മുടങ്ങാൻ വീഡിയോസ് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ.